ഹായ് എവ്രി വൺ, പി കെ ലേണിംഗ്സിൻ്റെ പുതിയൊരു PYQ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് PYQ സീരീസ് 2020 തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അതിനകത്ത് ഗ്രാമറിൽ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, കറക്ഷൻ ഓഫ് സെൻറ്റൻസസ്, ഡിഗ്രി ഓഫ് കമ്പാരിസൺ, ഈ മൂന്നെണ്ണത്തിൽ നിന്നും 2020 വന്നിരിക്കുന്ന എല്ലാ PYQസും ക്യൂറേറ്റ് ചെയ്ത് നമ്മൾ നല്ല വൃത്തിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇതിനകത്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ആക്റ്റീവ് ആൻഡ് പാസീവ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഗ്രാമറിൽ തന്നെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള ടോപ്പിക്സ് ആണ് ആക്റ്റീവ് ആൻഡ് പാസീവും ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചും. കുറേയൊക്കെ ബന്ധങ്ങളുള്ള രണ്ട് ടോപ്പിക്കുകൾ കൂടിയാണ്. അപ്പോൾ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എങ്ങനെയാണ് കൺവേർഷൻ എന്ന് നിങ്ങൾക്കറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വപ്രസിദ്ധമായ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടല്ലോ. രാമൻ രാവണനെ കൊന്നു, രാമനാൽ കൊല്ലപ്പെട്ടു. രാമ കിൽഡ് രാവണ, രാവണ വാസ് കിൽഡ് ബൈ രാമ. രണ്ടിലും എന്താ വ്യത്യാസം വരുന്നത്? അതായത് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ക്ലാസ് എടുക്കാനാണെങ്കിൽ ഒരു വലിയ ക്ലാസ്സിന് തന്നെ ഉള്ളതുണ്ട്. ഇതിനകത്ത് ആക്റ്റീവ് ആൻഡ് പാസീവിൽ നമുക്കൊരു സെൻറ്റൻസ് തന്ന് അത് ആക്റ്റീവ് ആണെങ്കിൽ അതിനെ പാസീവ് ആക്കാനായിട്ട് 4 റൂൾസ് ഓഫ് കൺവേർഷൻ ആണ് വരുന്നത്. അതായത് സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് വരുന്നതാണ് ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത്. ആക്റ്റീവിൽ സബ്ജക്റ്റിനായിരിക്കും ഇമ്പോർട്ടൻസ് വരുന്നത്. പക്ഷെ പാസീവിലേക്ക് വരുമ്പോൾ അത് ഒബ്ജക്റ്റിലേക്ക് മാറും. ഓക്കെ, അപ്പൊ സബ്ജക്റ്റ് എന്താ, ഒബ്ജക്റ്റ് എന്താ എന്നൊക്കെ ക്വസ്റ്റ്യൻ വരും. ഇപ്പോ ഷീ റോട്ട് എ ലെറ്റർ, ഷീ റോട്ട് എ ലെറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യൻ ചോദിക്കണം. അതായത് ബൈ ഹും എന്ന ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ബൈ വാട്ട് എന്ന ക്വസ്റ്റ്യന്, ബൈ ഹും വാസ് എ ലെറ്റർ റിട്ടൺ എന്ന ക്വസ്റ്റ്യന് നമുക്ക് ഷീ എന്ന ആൻസർ വരുമ്പോൾ അവിടെ ഷീ ആണ് സബ്ജക്റ്റ് വരുന്നത്. ഇനി ഒബ്ജക്റ്റ് കണ്ടുപിടിക്കാനാണെങ്കിലോ by whom or what is affected by the verb. She wrote what എന്ന ക്വസ്റ്റിന് a letter എന്ന ആൻസർ കിട്ടുമ്പോൾ a letter ആണ് അവിടെ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സബ്ജക്റ്റും ഒബ്ജക്റ്റും കണ്ടുപിടിക്കുന്നത്. ഇനി ഇതിന് വരുന്ന ഒരു 4 റൂൾസ് ഓഫ് കൺവേർഷൻ ഉണ്ട്. അതിനകത്ത് ഒന്നാമത്തെ സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് ഫോമിൽ നിന്ന് നമ്മൾ ഇതിനെ ഒബ്ജക്റ്റ് വേർബ് സബ്ജക്റ്റ് ഫോമിലേക്ക് മാറ്റണം. അതായത് ആദ്യത്തെ കേസിൽ ആക്റ്റീവ് വോയിസിൽ സബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് വരുന്നതെങ്കിൽ പാസീവ് വോയിസിൽ എന്തിനായിരിക്കും, ഒബ്ജക്റ്റിനായിരിക്കും ഇമ്പോർട്ടൻസ് വരുന്നത്. 2, V1 ഫോമിൽ നിന്ന് V3 ഫോമിലേക്ക് മാറ്റണം. ഈ V1 ഉം V3 തമ്മിലുള്ള വ്യത്യാസം എന്താ? V1, V2, V3. റൈറ്റ്, റോട്ട്, റിട്ടൺ. റിട്ടൺ ആണ് V3, റൈറ്റ് ആണ് V1 എന്ന് പറയുന്നത്. ഷീ റോട്ട് എ ലെറ്റർ എന്ന് പറയുന്നത് V2 ഫോം ആണ്. അപ്പോൾ V2 ഫോമിലാണ് കിടക്കുന്നതെങ്കിൽ എ ലെറ്റർ വാസ് റിട്ടൺ ബൈ ഹർ, റിട്ടൺ V3 ഫോമിലായിരിക്കും പാസീവ് വോയിസിൽ വരുന്നത്. ഓക്കെ, മൂന്നാമത്തെ ഫോം ഓഫ് കൺവേർഷൻ എന്ന് പറയുന്നത് പ്രൊനൗൺ ചേഞ്ച് ആണ്. ഓക്കെ, ഷീ റോട്ട് എ ലെറ്റർ വാസ് റിട്ടൺ ബൈ ഹർ, ഷീ ഹർ ആയി. ആ പ്രൊനൗൺ ചേഞ്ചിനെയാണ് ഇവിടെ മൂന്നാമത്തെ സൂചിപ്പിക്കുന്നത്. ഇനി നാലാമത്തെ ചേഞ്ച് എന്ന് വരുന്നത് പ്രിപ്പോസിഷൻ ആണ്. അത് സെന്റൻസ് അനുസരിച്ച് പ്രിപ്പോസിഷൻ മാറ്റി. എ ലെറ്റർ വാസ് റിട്ടൺ ബൈ ഹെറിൽ ബൈ, അത് ആക്റ്റീവ് വോയിസിൽ ഷീ റോട്ട് എ ലെറ്ററിൽ നമുക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ പാസീവ് വോയിസിലേക്ക് വന്നപ്പോൾ നമ്മൾ അതിനെ ബൈ വെച്ചാണ് മാറ്റി എഴുതുന്നത്. അതാണ് അവിടെ പ്രിപ്പോസിഷൻ വരുന്നത്. അപ്പോൾ ഈ 4 റൂൾസ് ഓഫ് കൺവേർഷൻ വെച്ചാണ് സാധാരണഗതിയിൽ നമ്മൾ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് കൺവേർഷൻസ് നടത്തുന്നത്. നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻസ് നോക്കാം. നമുക്ക് ഇതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനാണെങ്കിൽ നമുക്ക് ക്ലാസ്സുകൾ വേണം. ഇവിടെ നമ്മൾ PYQs ഡിസ്കസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കൺവേർഷന്റെ റൂൾ പറഞ്ഞത്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പാസീവ് ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. ദ ചൈൽഡ് ബ്രോക്ക് ദ ടോയ്സ്. ഇതിനകത്ത് സബ്ജക്റ്റ് എന്താ? ദ ചൈൽഡ് അല്ലേ? ഒബ്ജക്റ്റ് എന്താ? ദ ടോയ്സ്. വെർബ് ബ്രോക്ക്. ഓക്കെ, സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റിനെ ഒബ്ജക്റ്റ് വേർബ് സബ്ജക്റ്റിലേക്ക് മാറ്റുമ്പോൾ ഒബ്ജക്റ്റ് ആദ്യം വരണം. അപ്പൊ ദ ടോയ്സ് ആണ് ആദ്യം വരേണ്ടത്. ദി ടോയ്സ്. ദ ടോയ്സ്. The child broke the toys എന്നാണ്. The toys was or were ആണ് വരേണ്ടത്. കാരണം എന്താ? ബ്രോക്ക് പാസ്റ്റിലാണ് കിടക്കുന്നത്, അതുകൊണ്ട് was അല്ലെങ്കിൽ were വരണം. പക്ഷെ ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് എടുത്തിരിക്കുന്ന ടോയ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ട് was അല്ല were ആണ് വരിക. ഓക്കെ, the toys were. ഇനി ബ്രോക്ക്, ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ. V1, V2, V3. V3 എന്താ? ബ്രോക്കൺ. The toys were broken. ഇനി പ്രിപ്പോസിഷൻ വരണം. by സബ്ജക്റ്റ് എടുത്ത് എഴുതുക, ദ ചൈൽഡ്. ദ ടോയ്സ് were broken by the child. ദ ടോയ്സ് were broken by the child എന്ന് പറയുന്നത് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ഡി ആണത്. ഓക്കെ, പാസീവ് വോയിസ് ദ ടോയ്സ് were broken by the child എന്നായിരിക്കും. ഒബ്ജക്റ്റ് എന്നുള്ളത് ടോയ്സ് ആണ് ഇവിടെ സബ്ജക്റ്റ് ആയി മാറുന്നത്. വെർബ് ബ്രോക്ക് എന്നുള്ളത് were broken ആവും. സബ്ജക്റ്റ് ദ ചൈൽഡിന്റെ കൂടെ നമ്മൾ ബൈ ആഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ്
കൺവേർഷൻ വരുന്നത്. അപ്പോൾ ആ ഒരു കൺവേർഷനും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു മോഡൽ തന്നെയാണ് എല്ലാ ക്വസ്റ്റിൻ്റെയും കൺവേർഷൻ വരിക. പിന്നെ ക്വസ്റ്റ്യൻ വേർഡ് ഒക്കെ വരുന്നിടത്ത് ചെറിയ ചില മാറ്റങ്ങൾ വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ ജോൺ മെയ്ഡ് ദ കേജ്. ഓക്കെ, ഇവിടെ സബ്ജക്ട് എന്താ? ഹൂ മെയ്ഡ് ദ കേജ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടുന്നത്? മിസ്റ്റർ ജോൺ മെയ്ഡ് ദ കേജ് എന്നാണ്. അപ്പൊ മിസ്റ്റർ ജോൺ ആണ് എന്ത്? സബ്ജക്റ്റ്. ഇനി മിസ്റ്റർ ജോൺ മെയ്ഡ് വാട്ട്? മിസ്റ്റർ ജോൺ മെയ്ഡ് എ കേജ്. അപ്പൊ ദ കേജ് ആണ് ഒബ്ജക്റ്റ്. ഇനി മെയ്ഡ് ആണ് വേർബ് വരുന്നത്. ഇനി നമുക്ക് സബ്ജക്ട് വേർബ് ഒബ്ജക്റ്റ് കിടക്കുന്നതിന് നമുക്ക് ഒബ്ജക്റ്റ് വേർബ് സബ്ജക്റ്റിലേക്ക് ആക്കണമല്ലോ. അപ്പൊ ദ കേജ് മെയ്ഡ് പാസ്റ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ വാസ് വേണോ വേർ വേണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ വാസ് ആണോ വേർ ആണോ എന്ന് നമ്മൾ സബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ഇപ്പൊ എടുത്തിരിക്കുന്ന ദ കേജിന്റെ സിംഗുലർ ആണോ പ്ലൂരൽ ആണോ എന്നാണ് നോക്കേണ്ടത്. ദ കേജ് എന്താണ്? സിംഗുലർ ആണ്. അപ്പോൾ വാസ് മെയ്ഡ്. ഇനി പ്രിപ്പോസിഷൻ ആഡ് ചെയ്യുക, ബൈ മിസ്റ്റർ ജോൺ. അങ്ങനെ വന്നാൽ വരുന്ന ആൻസർ ഏതാണ്? ദ കേജ് വാസ് മെയ്ഡ് ബൈ മിസ്റ്റർ ജോൺ എന്നുള്ളത് ഓപ്ഷൻ ബി ആണ്. അതാണ് അതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, സബ്ജക്റ്റും വേർബും ഒബ്ജക്റ്റും ആണ് വരേണ്ടത്. മിസ്റ്റർ ജോൺ മെയ്ഡ് ദ കേജ് എന്നുള്ളതായിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഒബ്ജക്റ്റിന്റെ കൂടെ ബി ഫോം ഓഫ് ദ വേർബും V3യും ബൈയും സബ്ജക്റ്റും ആഡ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ദ കേജ് വാസ് മെയ്ഡ് ബൈ മിസ്റ്റർ ജോൺ എന്നാണ് വരിക. ഓക്കെ, ഇനി ഹി ഈസ് റൈറ്റിംഗ് എ സ്റ്റോറി. ഹി ഈസ് റൈറ്റിംഗ് എ സ്റ്റോറി എന്ന് പറയുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് വരുന്നത്. എത്ര നമുക്ക് സിമ്പിൾ പാസ്റ്റിലുള്ളതായിരുന്നു. ഇതെങ്ങനെയാണ് കൺവേർഷൻ നോക്കാം. ഇതിനകത്ത് ഹൂ റോട്ട് എ സ്റ്റോറി എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ ഹി എന്നാണ് ആൻസർ കിട്ടുന്നത്. അതുകൊണ്ട് ഹി ആണ് ഇവിടെ സബ്ജക്റ്റ് വരുന്നത്. ഓക്കെ, ഇനി എ സ്റ്റോറി ആണ് ഇവിടെ ഒബ്ജക്റ്റ് വരുന്നത്. അങ്ങനെയാണുമ്പോൾ എ സ്റ്റോറി ഒബ്ജക്റ്റ് എടുത്ത് നമ്മൾ ആദ്യം എഴുതി. ഈസ് റൈറ്റിംഗ് എന്നുള്ളത് നമ്മൾ പാസീവ് ഫോമിലേക്ക് മാറ്റുമ്പോൾ എന്ത് വരും? ഈസ് ബീയിങ്. റൈറ്റ് എന്താവും? റൈറ്റിംഗ് എന്താവും? റിട്ടൺ ആകും. കാരണം V3 ഫോമിലേക്ക് നമുക്ക് പാസീവിൽ മാറ്റാൻ പറ്റൂ. എ സ്റ്റോറി ഇസ് ബീങ് റിട്ടൺ. ഇനി പ്രിപ്പോസിഷനും ആഡ് ചെയ്ത് ഹീനെ നമ്മൾ പ്രൊനൗൺ ചേഞ്ച് കൊണ്ടുവന്ന് ഹിം ആക്കും. എ സ്റ്റോറി ഇസ് ബീങ് റിട്ടൺ ബൈ ഹിം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. എങ്ങനെ? ഹി ഈസ് റൈറ്റിംഗ് എ സ്റ്റോറി എന്നുള്ളത് എ സ്റ്റോറി ഈസ് ബീങ് റിട്ടൺ ബൈ ഹിം ആവും. പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഈ ഫോമിലേക്ക് മാറ്റി എഴുതുമ്പോൾ ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നോക്കാം. ഹൂ ഓപ്പൺസ് ദ ഡോർ ആണ്. ഇങ്ങനെ WH ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് ഹൂ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കണം? ബൈ ഹും വെച്ചായിരിക്കണം നമ്മുടെ പാസീവ് വോയിസിന്റെ ബിഗിനിങ് വരേണ്ടത്. ബൈ ഹും വെച്ച് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണേ വരുന്നുള്ളൂ. നമുക്ക് ഹൂ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ടെൻഡൻസി വരും. പക്ഷെ ആ ഫോമിലല്ല. ഹൂ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ബൈ ഹും വെച്ചായിരിക്കണം പാസീവ് വോയിസ് വരുന്നത്. ഇതിനെ നമ്മൾ ഒബ്ജക്റ്റും വേർബ് സബ്ജക്റ്റും ഒക്കെ മാറ്റിയിട്ട് കഴിയുമ്പോൾ ബൈ ഹും വാസ് ദ ഡോർ ഓപ്പൺ. ഇതിനകത്ത് വാസ് ആയിരിക്കണം ആദ്യം വരുന്നത്. സബ്ജക്റ്റ് അവസാനമേ വരാൻ പാടൂ. ഓക്കെ, ബൈ ഹും വാസ് ദ ഡോർ ഓപ്പൺ. ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇന്റർഗേറ്റീവ് ആണ്. ക്വസ്റ്റ്യൻ ഫോം അതുപോലെ തന്നെ നിർത്തണം. ഹൂ എന്നുള്ളത് ബൈ ഹും ആവും. വാസ് പ്ലസ് V3. ബൈ ഹും വാസ് ഒബ്ജക്റ്റ് V3. ഈ ഫോമിലേക്ക് മാറ്റുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ബൈ ഹും വാസ് ദ ഡോർ ഓപ്പൺഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹൂ ഇസ് ക്രിയേറ്റിംഗ് ദിസ് മെസ് എന്നുള്ളതാണ്. അപ്പൊ ഇതുപോലെ തന്നെ, അതായത് നേരത്തെ നമ്മൾ ഏത് ഫോമിലേക്ക് അത് മാറ്റിയത്? ബൈ ഹും വാസ്. വാസ് അവിടെ വരുമ്പോൾ ടെൻസ് അനുസരിച്ച് അത് മാറണം. ഒബ്ജക്റ്റ് V3 ഈ ഫോമിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെ വരണം? ബൈ ഹും വെച്ച് സ്റ്റാർട്ട് ചെയ്യൂ. അപ്പൊ ഹൂ വരുന്നത് നമുക്ക് കട്ട് ചെയ്യാം. ബൈ ഹും ഈസ് ദിസ് മെസ് ബീങ് ക്രിയേറ്റഡ്. ഈസ് ക്രിയേറ്റിംഗ് അല്ലേ, അതിനവിടെ വലിയ മാറ്റമൊന്നും വരില്ല. ബൈ ഹും ഈസ് ദിസ് മെസ് ബീങ് ക്രിയേറ്റഡ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഹൂ ഇസ് ക്രിയേറ്റിംഗ് ദിസ് മെസ് ഏത് രീതിയിലേക്കാണ് മാറുക? ബൈ ഹും ഈസ് ദിസ്. അതായത് നേരത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് വാസ് ആണ് വന്നതെങ്കിൽ ഇപ്പോൾ ഇവിടെ വരുന്നത് എന്താണ്? ഈസ് ആണ്. ഈസ് ദിസ് മെസ് ബീങ് ക്രിയേറ്റഡ്. ഓക്കെ, ക്രിയേറ്റഡ് ആണ് V3 ഫോം ഓഫ് ദ വെർബ് വരുന്നത്. ആൻഡ് പ്രസന്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഈസ്, ആം, ആർ, ബീയിങ് V3 ഈ ഫോമിലേക്കാണ് വരിക. ബൈ ഹും ഈസ് ഒബ്ജക്റ്റ് ബീയിങ് V3. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഫാക്ടറി വേസ്റ്റ് ഹാഡ് പൊല്യൂട്ടഡ് ദ റിവർ. ഈ ഹാഡ് പൊല്യൂട്ടഡ് ദ റിവർ എന്ന് പറയുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഹാഡ് പൊല്യൂട്ടഡ് ദ റിവർ പാസീവ് വോയിസിലേക്ക് മാറുമ്പോൾ ടെൻസിന്റെ ചേഞ്ച് ഏത് രീതിയിലേക്കായിരിക്കും വരിക? ഹാഡ് ബീൻ എന്ന ഫോമിലേക്കാണ് വരിക. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും? ഓക്കെ, ഇതിനകത്ത് ചേഞ്ച് വരുന്നത് ദ റിവർ. ഹാഡ് എന്താവും? ഹാഡ് ബീൻ പൊല്യൂട്ടഡ്.
പ്രപ്പോസിഷൻ വരുന്നത് ബൈ, ദി, സബ്ജക്റ്റിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഫാക്ടറി വേസ്റ്റ്. ദ റിവർ ഹാഡ് ബീൻ പൊല്യൂട്ടഡ് ബൈ ദ ഫാക്ടറി വേസ്റ്റ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് വരുന്നത്. ദ ഫാക്ടറി വേസ്റ്റ് ഹാഡ് പൊല്യൂട്ടഡ് ദ റിവർ എന്നായിരുന്നു. പാസ്റ്റ് പെർഫെക്റ്റ് ആയതുകൊണ്ട് ഇതിന്റെ ഫോർമുല വരുന്നത് ഒബ്ജക്റ്റ് ഹാഡ് ബീൻ, പിന്നെ V3, പിന്നെ ബൈ, പിന്നെ സബ്ജക്റ്റ്. അങ്ങനെ വരുമ്പോൾ ദ റിവർ ഹാഡ് ബീൻ പൊല്യൂട്ടഡ് ബൈ ദ ഫാക്ടറി വേസ്റ്റ് എന്നുള്ളതാണ് കറക്റ്റ് ഫോം വരുന്നത്. അടുത്തത് നോക്കാം. സംബഡി സ്റ്റോൾ മൈ പേഴ്സ്. നമുക്ക് റൂൾ ഓഫ് എലിപ്സ് ഉണ്ട് എന്തില്, ഇംഗ്ലീഷ് ഗ്രാമറിലേക്ക് വരുമ്പോൾ. എന്താ ഉദ്ദേശിക്കുന്നത്? ചില കാര്യങ്ങൾ ഇംപ്ലൈഡ് ആണെങ്കിൽ അവിടെ നമുക്ക് സബ്ജക്റ്റോ അല്ലെങ്കിൽ ചില പ്രൊണൗണോ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ഷട്ട് ദ ഡോർ എന്ന് പറയുമ്പോൾ അതൊരു ഓർഡർ ആണ്. അത് യു ഷട്ട് ദ ഡോർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് യു ഇംപ്ലൈഡ് ആണ്. അവിടെ യു ഷട്ട് ദ ഡോർ എന്ന് നമ്മൾ പറയില്ല, ഷട്ട് ദ ഡോർ എന്നേ പറയുള്ളൂ. അതുപോലെ തന്നെ ഈ സംബഡി സ്റ്റോൾ മൈ പേഴ്സ്, എൻ്റെ പേഴ്സ് മോഷണം പോയി, അത് ആരോ മോഷ്ടിച്ചതാണ് എന്ന് മനസ്സിലാക്കാമല്ലോ. അപ്പൊ പാസീവിലേക്ക് വരുമ്പോൾ ഈ സംബഡി ഉപയോഗിക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. ഇനി ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും 4 ഓപ്ഷനിലും സംബഡി കൊടുത്തിട്ടില്ല. ഞാനൊരു റൂൾ ആയിട്ട് പറഞ്ഞു തന്നതാണ്. റൂൾ ഓഫ് എലിപ്സ് ഉണ്ട്. സോ വി ഡു നോട്ട് യൂസ് സംബഡി. ഇംപ്ലൈഡ് സാധനങ്ങളാണെങ്കിൽ അത് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ കംപ്ലീറ്റ് ഫോമിലേക്ക്, അതായത് സംബഡി അവിടെ ഉണ്ട് അതുകൊണ്ട് ഇവിടെ എഴുതണം, അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല. ഓക്കെ, സംബഡി സ്റ്റോൾ മൈ പേഴ്സ് ആണ്, ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് എടുത്ത് ആദ്യം എഴുതി കഴിയുമ്പോൾ മൈ പേഴ്സ് വാസ്, സ്റ്റോൾ എന്താവും V3 ഫോമിലേക്ക് വരുമ്പോൾ സ്റ്റോളൻ. ബൈ സംബഡി എന്ന് വേണമെങ്കിൽ എഴുതാം. മൈ പേഴ്സ്, സംബഡി സ്റ്റോൾ മൈ പേഴ്സ്, മൈ പേഴ്സ് വാസ് സ്റ്റോളൻ. സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, മൈ പേഴ്സ് വാസ് സ്റ്റോളൻ. സംബഡി യൂഷ്വലി ഒമിറ്റഡ്. പാസ്റ്റ് സിമ്പിളിലാണ്. വാസോ വേറോ V3 കൊടുത്താൽ മതി. സംബഡി നമ്മൾ ഒമിറ്റ് ചെയ്തു. അപ്പം മൈ പേഴ്സ് വാസ് സ്റ്റോളൻ എന്നുള്ളതാണ് കറക്റ്റ് ഫോം വരുന്നത്. വീണ്ടും പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. ദ അറ്റൻഡർ ഓപ്പൺഡ് ദ ഡോർ. ദ അറ്റൻഡർ ഓപ്പൺഡ് വാട്ട്? ദ ഡോർ. എന്താ ചെയ്തത് അറ്റൻഡർ? ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺഡ് ആണ്, സിമ്പിൾ പാസ്റ്റ് ആണ്. വാസ് ഓപ്പൺഡ് ബൈ ദി അറ്റൻഡർ. ഓക്കെ, ഫോം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ റൂൾസ് ഓഫ് കൺവേർഷൻ എല്ലാം വെച്ചിട്ടാണ് ഇത് വരുന്നത്. ദ ഡോർ വാസ് ഓപ്പൺഡ് ബൈ ദ അറ്റൻഡർ. ആൻസർ സി ആണ്. The attender opened the door. The door was opened by the attender. Simple past ആയതുകൊണ്ട് വാസോ വേറോ പ്ലസ് V3 ആണ്. ഇവിടെ നമ്മുടെ സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ വാസ് എടുത്തത്. The door was opened by the attender ആണ് കറക്റ്റ് ആൻസർ വരിക. അപ്പോൾ ആക്റ്റീവ് ആൻഡ് പാസീവ് നിങ്ങൾക്ക് മനസ്സിലായി. അതായത് ഇതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടെ ടഫായ ക്വസ്റ്റ്യൻസ് ഇനിയുള്ള വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. നമുക്കത് എടുക്കാം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും അതിൻ്റെ റൂൾസ് ഓഫ് കൺവേർഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആക്റ്റീവ് ആൻഡ് പാസീവിൻ്റെ ക്ലാസ്സുകൾ കാണുക. അതിനനുസരിച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇനി കുറച്ച് ഈസി ടോപ്പിക്സാണ് വരുന്നത്. കറക്ഷൻ ഓഫ് സെൻറ്റൻസസ്. ഇത് പല രീതിയിലുള്ള കറക്ഷൻ. ഒരു സ്റ്റേറ്റ്മെന്റിനെ 4 സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 1 സെക്ഷൻ, 2 സെക്ഷൻ, 3 സെക്ഷൻ, 4. അതിനകത്ത് A, B, C, D എന്നുണ്ടാവും. എന്തെങ്കിലും ഒരു ഗ്രാമാറ്റിക്കൽ എറർ, മിക്കവാറും സബ്ജക്ട് ഓഫ് എഗ്രിമെന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ എറർ വരുന്നത്. ഇതിൽ ഏത് സെക്ഷനിലാണ് എറർ വരുന്നത് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നോ എറർ ആണെങ്കിൽ നോ എറർ, അങ്ങനെ ഓപ്ഷൻസ് ഉണ്ടാവും. ഏത് സെക്ഷനിലാണോ എറർ അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നോക്കാം. ഇവിടെ ഇന്ത്യ ഈസ് എ ഗ്രേറ്റ് കൺട്രി പങ്ക്ച്വേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ ഈസ് എ ഗ്രേറ്റ് കൺട്രി. നമുക്കറിയാം ഒരു കൺട്രിയുടെ ഒക്കെ പേര് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തിൽ സ്റ്റാർട്ട് ചെയ്യണം? ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യണം. ഇങ്ങനെയായിരുന്നു ഇന്ത്യ എഴുതേണ്ടത്. പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ഇനി ഓപ്ഷൻ നോക്കൂ. ഇന്ത്യ എന്ന് ആകെ ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുത്തിരിക്കുന്നത് ഒരൊറ്റ എണ്ണത്തിലേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യ ഈസ് എ ഗ്രേറ്റ് കൺട്രി എന്ന് പറയുമ്പോൾ G ക്യാപിറ്റൽ വരേണ്ട യാതൊരു ആവശ്യമില്ല, C ക്യാപിറ്റൽ വരേണ്ടയും ആവശ്യമില്ല. അങ്ങനെ വരുമ്പോൾ D മാത്രമേ ആൻസർ വരുള്ളൂ. ഓപ്ഷൻ D ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഇന്ത്യ ഈസ് എ ഗ്രേറ്റ് കൺട്രി. ഇനി അടുത്തത്, ഇതിനകത്തും തെറ്റ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇതൊരു സ്റ്റേറ്റ്മെന്റിനെ അവർ 4 ഓപ്ഷൻ ആക്കി തന്നെ തന്നിരിക്കുകയാണ്. വെൻ ദ ടീച്ചർ അലജ്ഡ് മൈ ഹാർട്ട് വാസ് ഇന്ററപ്റ്റഡ് ബീറ്റിംഗ് ഔട്ട് ഓഫ് പാനിക് ദാറ്റ് ഐ മൈറ്റ് ബി ദ വിക്ടിം, നോ എറർ. അപ്പോൾ ഇതിന് 3 പോർഷൻ ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റിനെ തന്നിരിക്കുകയാണ്. വെൻ ദ ടീച്ചർ അലജ്ഡ് മൈ ഹാർട്ട് വാസ് ഇന്ററപ്റ്റഡ് ബീറ്റിംഗ് ഔട്ട് ഓഫ് പാനിക് ദാറ്റ് ഐ മൈറ്റ് ബി ദ വിക്ടിം. ടീച്ചർ എന്തോ ആരോപണം ഉന്നയിച്ചപ്പോൾ അത് ഞാനായിരിക്കും വിക്ടിം എന്ന് വിചാരിച്ച് എൻ്റെ ഹാർട്ട് പാനിക്കായി, ഇന്ററപ്റ്റഡ് ബീറ്റിംഗ്, എൻ്റെ ഹാർട്ടിൻ്റെ ബീറ്റിംഗ് ഇന്ററപ്റ്റ് ചെയ്യപ്പെട്ടു എന്നല്ല. അതല്ല കറക്റ്റ് ഫോം ഓഫ് യൂസേജ്. ഒന്നെങ്കിൽ സ്കിപ്ഡ് ബീറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ സ്കിപ്ഡ് ബീറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ മിസ്ഡ് ബീറ്റ് എന്ന് പറയാം. ഇങ്ങനെയൊക്കെ പറയുള്ളൂ. അല്ലാതെ
ഇന്ററപ്റ്റഡ് ബീറ്റിംഗ് എന്ന് പറയുന്ന ഒരു കറക്റ്റ് ഫോം ഓഫ് യൂസ് അല്ല. അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ട് വരുന്നത്. വാസ് ഇന്ററപ്റ്റഡ് ബീറ്റിംഗ് എന്ന് പറയില്ല, അത് റോങ് യൂസ് ഓഫ് വേർഡ്സ് ആണ്, വൊക്കാബുലറിയുടെ റോങ് യൂസ് ആണ്. ഓക്കെ, അപ്പോൾ മൈ ഹാർട്ട് സ്റ്റോപ്ഡ് ബീറ്റിംഗ് അല്ലെങ്കിൽ മൈ ഹാർട്ട് സ്കിപ്ഡ് എ ബീറ്റ് അങ്ങനെയൊക്കെ പറയുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഷീ നീഡ്സ് ടു കോൺസെൻട്രേറ്റ് ഹെർസെൽഫ് ഓൺ ഹെർ എറാൻഡ്. ഷീ നീഡ്സ് ടു കോൺസെൻട്രേറ്റ് ഹെർസെൽഫ് ഓൺ ഹെർ എറാൻഡ്. നോ എറർ. ഇതിനകത്ത് തെറ്റെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഷീ നീഡ്സ് ടു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല, അത് വളരെ ശരിയാണ്. ഇനി കോൺസെൻട്രേറ്റ് ഹെർസെൽഫ് ഓൺ എന്ന് പറയുന്നിടത്താണ് ചെറിയൊരു വശപിശക് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഷീ നീഡ്സ് ടു കോൺസെൻട്രേറ്റ് ഹെർസെൽഫ് ഓൺ ഹെർ എറാൻഡ്. അവള് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് പറയുന്നിടത്ത് ഇതിനകത്തൊരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻട്രാൻസിറ്റീവ് വെർബാണ് ഈ കോൺസെൻട്രേറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം ഒന്നൊരു റിഫ്ലെക്സീവ് പ്രൊണൗൺ ഇങ്ങനെ ഹെർസെൽഫ്, അതായത് റിലാക്സ് ചെയ്യൂ എന്ന് പറയുമ്പോൾ നീ റിലാക്സ് ചെയ്യൂ എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അവിടെ നിന്നോടാണ് റിലാക്സ് ചെയ്യാൻ പറയുന്നത് എന്നുള്ളത് ഇംപ്ലൈഡ് ആണ്. വീണ്ടും റൂൾ ഓഫ് എലിപ്സ് ആണ് ഇവിടെ ഇംപ്ലൈഡ് ആയിട്ട് വരുന്നത്, അപ്ലൈ ചെയ്യപ്പെടുന്നത്. അതായത് കോൺസെൻട്രേറ്റ് ചെയ്യൂ എന്ന് പറയുന്നത് ഒരാളോടാണ് അല്ലെങ്കിൽ നിന്നോടാണ്. അവിടെ കോൺസെൻട്രേറ്റ് ഓൺ ഹെർസെൽഫ് എന്ന് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. കോൺസെൻട്രേറ്റ് ഹെർസെൽഫ് എന്ന് പറയേണ്ട കാര്യമില്ല. ഷീ നീഡ്സ് ടു കോൺസെൻട്രേറ്റ് ഓൺ ഹെർ എറാൻഡ്, അത്രയും പറഞ്ഞാൽ മതി. അതാണ് അവിടെ തെറ്റ് വരുന്നത്. ഓക്കെ, ഷീ നീഡ്സ് ടു കോൺസെൻട്രേറ്റ് ഓൺ ഹെർ എറാൻഡ് എന്ന് പറഞ്ഞാൽ മതി. കോൺസെൻട്രേറ്റ് ഹെർസെൽഫ് ഓൺ എന്ന് പറയേണ്ട ആവശ്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് എല്ലാം ഉണ്ട്. മോഡൽ വേർബ്സിന്റെ കറക്റ്റ് യൂസേജ്, മറ്റേ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്, എല്ലാത്തിൻ്റെയും കൂടെ ഒരു മിക്സ് ആണ് ഇതിനകത്ത് വരുന്നത്. ഐ ആം നോട്ട് എഗ്രി വിത്ത് വാട്ട് യു സേ. ഞാൻ നീ പറയുന്നതിനോട് യോജിക്കുന്നില്ല എന്ന് പറയുന്നത് ഐ ആം നോട്ട് എഗ്രി അല്ല, ഐ ഡു നോട്ട് എഗ്രി വിത്ത് വാട്ട് യു സേ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത് തെറ്റ് വരുന്നത്. ഹി ഈസ് ഡൂയിങ് എ കോഴ്സ് ഇൻ ലിംഗ്വിസ്റ്റിക്സ്. തെറ്റെന്തെങ്കിലും ഉണ്ടോ? നമുക്ക് നോക്കാം. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. ചിൽഡ്രൻ മേക്സ് എ ലോട്ട് ഓഫ് നോയ്സ്. ചിൽഡ്രൻ എന്ന് പറയുന്നത് ഓൾറെഡി എന്താണ്? പ്ലൂരൽ ആണ്. മേക്സ് എന്ന് പറയുന്നത് ഇവിടെ എന്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്? സിംഗുലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മേക്ക് പ്ലൂരലും മേക്ക് സാധാരണ ബേസ് ഫോം ഓഫ് വെർബും മേക്സ് വരുമ്പോൾ അത് സിംഗുലറുമായി മാറി. അങ്ങനെ ചിൽഡ്രന്റെ കൂടെ എന്തായിരുന്നു വരേണ്ടത്? മേക്ക് ആയിരുന്നു വരേണ്ടത്. പക്ഷെ ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? മേക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സബ്ജക്ട് വെർബ് എഗ്രിമെന്റിന്റെ തെറ്റാണ്. അപ്പൊ അത് തെറ്റി. ഇനി ഹി സ്പീക്ക് ഇംഗ്ലീഷ് വെൽ. ഹി എന്താണ്? സിംഗുലർ ആണ്. സ്പീക്ക് എന്താണ്? പ്ലൂരൽ ആണ്. ഐ മീൻ ബേസ് ഫോം ഓഫ് ദ വെർബ് ആണ്. സിംഗുലർ ആണ് എങ്കിൽ സ്പീക്സ് ആയിരുന്നു വരേണ്ടത്. സിംഗുലർ ഫോം ഓഫ് ദ വെർബ് വരണമായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഡി തെറ്റാണ്. ഹി സ്പീക്സ് ഇംഗ്ലീഷ് വെൽ എന്നായിരുന്നു വരേണ്ടത്. ഹി ഈസ് ഡൂയിങ് എ കോഴ്സ് ഇൻ ലിംഗ്വിസ്റ്റിക്സ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഹി ഈസ് ഡൂയിങ് എ കോഴ്സ് ഇൻ ലിംഗ്വിസ്റ്റിക്സ് കറക്റ്റ് ആണ്. ഐ ആം നോട്ട് എഗ്രി അല്ല, ഐ ഡു നോട്ട് എഗ്രി. ചിൽഡ്രൻ മേക്സ് അല്ല, ചിൽഡ്രൻ മേക്ക്. ഹി സ്പീക്ക് അല്ല, ഹി സ്പീക്സ്. അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ശരിയുള്ളൂ. ഇനി വീണ്ടും സബ്ജക്ട് വെർബ് എഗ്രിമെന്റിന്റെ തന്നെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ദ സിംഗർ എലോങ് വിത്ത് എ ഫ്യൂ അതേഴ്സ് പ്ലേസ് ദ ഹാർമോണിക്ക ഓൺ സ്റ്റേജ്. ദ സിംഗർ എലോങ് വിത്ത് എ ഫ്യൂ അതേഴ്സ് പ്ലേ എ ഹാർമോണിക്ക ഓൺ സ്റ്റേജ്. ഇവിടെ പ്ലേ ഉണ്ട്, പ്ലേസ് ഉണ്ട്, ആർ പ്ലേഡ് ഉണ്ട്, ഹാവ് പ്ലേഡ് ഉണ്ട്. പക്ഷെ ഇത്രയും സ്റ്റേറ്റ്മെന്റ്, അതായത് ഇത്രയും വരുന്ന സ്റ്റേറ്റ്മെന്റുകൾക്ക് ആ ഒരു ക്ലോസിന് വ്യത്യാസമില്ല. ദ സിംഗർ എലോങ് വിത്ത് എ ഫ്യൂ അതേഴ്സ് അല്ലേ? ഇവിടെ പ്രശ്നം നമ്മൾ ഏത് സബ്ജക്റ്റ് അനുസരിച്ചാണ് വെർബ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ദ സിംഗറും എലോങ് വിത്ത് എ ഫ്യൂ അതേഴ്സും. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ദ സിംഗർ എലോങ് വിത്ത് എ ഫ്യൂ അതേഴ്സ് എന്ന് പറയുമ്പോൾ ഈ എലോങ് വിത്ത് കഴിഞ്ഞ് വരുന്ന ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല. അതൊക്കെ വെറുതെ എക്സ്ട്രാ ഇൻഫർമേഷൻ ആണ്. നമ്മുടെ മെയിൻ സബ്ജക്റ്റ് വരുന്നത് ദിസ് സിംഗർ ആണ്. ദിസ് സിംഗർ സിംഗുലർ ആയതുകൊണ്ട് വെർബും എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. അപ്പൊ പ്ലേ ആണോ പ്ലേസ് ആണോ വരിക? പ്ലേസ് ആണ് വരിക. എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ. The singer along with a few others plays the harmonica on stage. മെയിൻ സബ്ജക്റ്റ് സിംഗർ ആണ് വരുന്നത്. along with a few others എന്നുള്ളത് എക്സ്ട്രാ ഇൻഫർമേഷൻ ആണ്. അതിന്റെ യാതൊരു ആവശ്യം ഇവിടെ ഇല്ല. ഓക്കെ. അടുത്തത് I tried a bit of the cake to see how it was tasting. എന്തോ പ്രശ്നമില്ലേ? I tried a bit of the cake to see how it was tasting. Tasting എന്നൊരു വേർഡ് ഇല്ല, ടേസ്റ്റേ ഉള്ളൂ. How it tasted എന്നാണ് പറയാ. ഓക്കെ. ഹൗ ഇറ്റ് വാസ് ടേസ്റ്റിംഗ് എന്നുള്ളതാണ് ഇവിടെ തെറ്റ് വരുന്നത്. എന്തുകൊണ്ടാ? ഐ ട്രൈഡ് എ ബിറ്റ് ഓഫ് ദ കേക്ക് ടു സീ ഹൗ ഇറ്റ് ടേസ്റ്റഡ്. അത് മതി. വാസ് ടേസ്റ്റിംഗ് എന്നുള്ളത് ഇൻകറക്റ്റ് ആണ്. അതൊരു സ്റ്റാറ്റീവ് വെർബാണ്. അതിന്റെ ING ഫോമിൽ സാധാരണ കണ്ടിന്യൂസ് ടെൻസിൽ യൂസ് ചെയ്യാറില്ല. ഓക്കെ. നോയിങ് എന്ന് പറയില്ല. അതുപോലെ തന്നെയാണ് ടേസ്റ്റിംഗ്. The children were so excited on the noise that they couldn't get to sleep. On the noise പ്രിപ്പോസിഷനിലാണ് തെറ്റ് വന്നിരിക്കുന്നത്. ഓൺ ദ നോയ്സ് എന്ന് പറയില്ല. ബി ആണ് തെറ്റ് വരുന്നത്.
ഓക്കെ, എന്താണ് പിന്നെ പറയാ? എക്സൈറ്റഡ് അബൌട്ട് ദ നോയ്സ്, എക്സൈറ്റഡ് ബൈ ദ നോയ്സ്, ഇതൊക്കെയായിരുന്നു വരിക. ഓൺ ദ നോയ്സ് എന്ന് പറയില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐ മസ്റ്റ് ബി ലൂസിങ് വെയിറ്റ്, മൈ ക്ലോത്ത്സ് ഓൾ ഫീൽ ലൂസ്. ഐ മസ്റ്റ് ബി ലൂസിങ് വെയിറ്റ്. ഇവിടെ ലൂസിങ് എന്ന വാക്കിന്റെ തെറ്റായ പ്രയോഗമാണ്. ഇത് വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്ഡിൽ വരുന്നതാണ് സാധാരണ. ലൂസിങ് വെയിറ്റ് ആണ് ഇവിടെ തെറ്റ് വരുന്നത്. എന്തുകൊണ്ടാന്ന് നോക്കാം. ലൂസിങ് വെയിറ്റ്, അതായത് ലൂസിങ് അതായത് ഡബിൾ ഓ വരുന്ന, സിംഗിൾ ഓ വരുന്ന ലൂസിങ്ങും ഉണ്ട്, ഡബിൾ ഓ വരുന്ന ലൂസിങ്ങും ഉണ്ട്. ഇതിന്റെ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഈ ലൂസിങ് എന്ന് വെച്ചാൽ ടു സെറ്റ് ഫ്രീ എന്നുള്ളതാണ്. ഓക്കെ, ടു സെറ്റ് ഫ്രീ. ദ ഡോഗ് വാസ് സെറ്റ് ഓൺ ലൂസ് എന്നൊക്കെ പറയുമ്പോൾ ആ പട്ടീനെ അഴിച്ചു വിട്ടു എന്ന അർത്ഥത്തിലാണ് വരുന്നത്. നമ്മുടെ വെയിറ്റ് കുറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഉപയോഗിക്കുന്ന ലൂസ് എന്ന് പറയുന്നത് ഈ ലൂസാണ്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ തെറ്റ് വന്നത്. ഈ വേർഡ്സ് ഓഫൻ കൺഫ്യൂസ്ഡിൽ വരുന്ന ഒരു കാറ്റഗറി ഓഫ് വേർഡ്സ് ആണിത്. അത്രേ ഉള്ളൂ. അപ്പൊ കറക്ഷൻ ഓഫ് സെന്റൻസുകളിൽ ഇപ്പൊ എന്തൊക്കെയാ വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സബ്ജക്ട് വെർബ് അഗ്രിമെന്റ് നമ്മൾ കണ്ടു, വേർഡ്സ് ഓഫൻ കൺഫ്യൂസ്ഡ് കണ്ടു, അതുപോലെ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക്, മറ്റു പല ടെൻസിന്റെ റോങ് യൂസേജ് കണ്ടു. ഇങ്ങനെ ഗ്രാമറിൽ നമ്മൾ എന്തൊക്കെ പഠിക്കുന്നുണ്ടോ അതിന്റെ മൊത്തത്തിലുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് എവിടെ വരുന്നത്, കറക്ഷൻ ഓഫ് സെന്റൻസിൽ വരുന്നത്. അതിൽ എന്തും വരാം, പക്ഷേ സബ്ജക്ട് വെർബ് അഗ്രിമെന്റ് ആയിരിക്കും മിക്കവാറും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. ഇനി ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ഓക്കെ, അതിനകത്ത് കമ്പാരിറ്റീവും സൂപ്പർലാറ്റീവും വെച്ചാണ് മിക്കവാറും ക്വസ്റ്റ്യൻസ് വരാം. നോക്കാം. ഐ ആം നോട്ട് ആസ് ഷോർട്ട് ആസ് ഡാഷ്. നമ്മുടെ ടെൻഡൻസി എന്ന് പറയുന്നത് ഹിമ്മിലേക്ക് പോകാനായിരിക്കും, അല്ലെങ്കിൽ ഹെറിലേക്ക് പോകാനായിരിക്കും. മീ വരില്ല എന്ന് നമുക്കറിയാം, പക്ഷെ ആൻസർ വരുന്നത് ഹീ ആണ്. കാരണം എന്താണെന്നറിയോ? ഐ ആം നോട്ട് ആസ് ഷോർട്ട് ആസ് ഹീ ഈസ് എന്നുള്ളതാണ് ഇവിടെ കംപ്ലീറ്റ് സെന്റൻസ് വരേണ്ടത്. ഐ ആം നോട്ട് ആസ് ഷോർട്ട് ആസ് വാട്ട് ഹീ ഇസ്. പക്ഷേ ഇവിടെ ഈസ് അഗൈൻ നമ്മൾ മൊത്തത്തിൽ പറയേണ്ട കാര്യമില്ല, അതുകൊണ്ട് ഹീ വെച്ച് നിർത്തും. അതാണ് ഫോർമൽ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത്. ഐ ആം നോട്ട് ആസ് ഷോർട്ട് ആസ് ഹീ. ഹീ ആണ് ആൻസർ വരേണ്ടത്. ഓക്കെ, ഹീ ആൻസർ വരണമെന്നേ ഉള്ളൂ. ആ കംപ്ലീറ്റ് സെന്റൻസ് നമ്മൾ യൂസ് ചെയ്യില്ല ഫോർമൽ ഇംഗ്ലീഷിൽ. യൂസ് ചെയ്യാം, ചെയ്യാതിരിക്കാം, ചെയ്യാതിരുന്നാലും അതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷെ ഹിം വെച്ച് അവസാനിക്കുമ്പോൾ അത് ഫോർമൽ അല്ല, കുറച്ച് ഇൻഫോർമൽ ഇംഗ്ലീഷ് ആയി പോവും. അത് തെറ്റാണ്. രണ്ടാമത്തെ നോക്കാം. ട്വിലൈറ്റ് ഇസ് ദ ഡാഷ് ബുക്ക് ഐ ഹാവ് എവർ റെഡ്. ട്വിലൈറ്റ് ഇസ് ദ ഡാഷ് ബുക്ക് ഐ ഹാവ് എവർ റെഡ്. ഞാൻ വായിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ബുക്കാണ് ട്വിലൈറ്റ് എന്ന് പറയുമ്പോൾ ഓബിയസ്ലി അതെന്താണ്? സൂപ്പർലാറ്റീവ് ഡിഗ്രി ആണ്. എന്തായിരിക്കും? മോർ ഇൻട്രസ്റ്റിംഗ് വരണമെങ്കിൽ അവിടെ ഒരു കമ്പാരിസൺ ആയിരിക്കണം, കമ്പാരിറ്റീവ് ഡിഗ്രി ആയിരിക്കണം. ഇത് വേറൊന്നും വെച്ച് കമ്പയർ ചെയ്യല്ല. ലെസ് ഇൻട്രസ്റ്റിംഗ് എന്ന് പറയാനും അത് കമ്പയർ ചെയ്യായിരിക്കണം. ഇത് രണ്ടും വരില്ല, കാരണം ഇവിടെ കമ്പാരിസൺ അല്ല, ഞാൻ വായിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലത് എന്ന് പറയാനായിട്ട് മോസ്റ്റ് ഇൻട്രസ്റ്റിങ്ങിനെ പറ്റൂ. ഓക്കെ, മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ഐ ഹാവ് എവർ റെഡ് ഇൻഡിക്കേറ്റ്സ് എ സൂപ്പർലാറ്റീവ് ഡിഗ്രി. സൂപ്പർലാറ്റീവ് ഡിഗ്രിയാണ്. അടുത്തത്, മൗണ്ട് എവറസ്റ്റ് ഈസ് ഡാഷ് ദാൻ എനി അതർ പീക്ക് ഇൻ ദ വേൾഡ്. എനി അതർ എന്ന് പറയുന്നിടത്ത് എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? കമ്പാരിസൺ ആണ്, കമ്പാരിറ്റീവ്. മറ്റ് പീക്കുകളെക്കാൾ എന്ന് പറയുന്നിടത്ത് കമ്പാരിസൺ വരുമ്പോൾ ഹൈ വരില്ല, ഹൈയസ്റ്റ് വരില്ല. ഹൈയസ്റ്റ് സൂപ്പർലാറ്റീവ് ആണ്. മോസ്റ്റ് ഹൈ വരില്ല, ഹയ്യറേ വരൂ. ഡി ആണ് ആൻസർ വരേണ്ടത്. ദാൻ എനി അതർ വരേണ്ടടുത്ത് കമ്പാരിറ്റീവ് ഡിഗ്രി ആണ്, ഹയ്യർ ആണ് യൂസ് ചെയ്യുക, ഹയ്യസ്റ്റ് അല്ല. ഓക്കെ, കഴിഞ്ഞു. ഇത്രയും ക്വസ്റ്റ്യൻസേ കമ്പാരിസണിൽ നിന്ന്, അതായത് ഡിഗ്രി ഓഫ് കമ്പാരിസണിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് എടുത്തത്? ആക്റ്റീവ് ആൻഡ് പാസീവ് എടുത്തു, ഡിഗ്രി ഓഫ് കമ്പാരിസൺ എടുത്തു, ആൻഡ് കറക്ഷൻ ഓഫ് സെന്റൻസുകൾ എടുത്തു. ആക്റ്റീവ് ആൻഡ് പാസീവ് ആണ് ഇതിനകത്ത് വന്നതിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ആൻഡ് കറക്ഷൻ ഓഫ് സെന്റൻസ് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് സബ്ജക്ട് വെർബ് അഗ്രിമെന്റ് അറിയാമെങ്കിൽ ഒരുവിധം കറക്ഷൻ ഓഫ് സെന്റൻസുകൾ മുഴുവൻ ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാം ഈ പറഞ്ഞ പോലെ വേർഡ്സ് ഓഫൻ കൺഫ്യൂസ്ഡ് എന്നൊക്കെ വരുന്ന ചെറിയ ചില എലമെന്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിന്റെ റിപ്പീറ്റ് വാല്യൂ കുറവാണ്. കോസ്റ്റ് ഇഫക്റ്റ് വരുന്നത് എപ്പോഴും കോൺകോഡ് പഠിച്ച് സബ്ജക്ട് കറക്ഷൻ ഓഫ് സെന്റൻസുകൾ ചെയ്യുമ്പോഴായിരിക്കും. ഡിഗ്രി ഓഫ് കമ്പാരിസൺ ഈ കോമൺ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് തന്നെയാണ്. ഇപ്പോൾ ഒരു എക്സെപ്ഷൻ ആണ് ഐ ആം നോട്ട് ആസ് ഷോർട്ട് ആസ് ഹീ എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഹിമ്മിലേക്ക് പോകാനാണ് ചാൻസ്. അതൊക്കെ തെറ്റിക്കാൻ വേണ്ടി ഇടുന്നതാണ്. അതൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് സെക്യൂർ ചെയ്യാം. ഓക്കെ, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് നിങ്ങൾ ക്ലാസ് കേട്ട് തന്നെ പഠിക്കുക. അത് സെറ്റ് ചെയ്ത് വെക്കുക. ബിക്കോസ് ആക്റ്റീവ് ആൻഡ് പാസീവ് അല്ലെങ്കിൽ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ഇതിൽ നിന്നൊക്കെ എന്തായാലും ക്വസ്റ്റ്യൻസ് ഒരു നല്ല സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ വന്നിരിക്കും. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.